Hi friends, welcome to Pebbles. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും എങ്ങനെയാണ് എഴുതുന്നതെന്നും അത് വരുന്ന വാക്കുകളും നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും നോക്കാം. എ വരുന്ന വാക്കുകൾ പരിചയപ്പെടാം. ആൻറ്റ്, ആപ്പിൾ, ആങ്കർ, എയ്റോപ്ലെയിൻ. ഇനി നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അതുപോലെ സ്മോൾ ലെറ്റർ എയും. അടുത്ത ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. ബി വരുന്ന വാക്കുകൾ ബോൾ, ബ്രെഡ്, ബേബി, ബെയർ. ഇനി ബി എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. അടുത്ത ലെറ്റർ സി. സി വരുന്ന വാക്കുകൾ പരിചയപ്പെടാം. കാറ്റ്, കൗ, കാരറ്റ്, കോക്ക്. ക്യാപിറ്റൽ ലെറ്റർ സി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്മോൾ ലെറ്റർ സി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത ലെറ്റർ ഡി. ഡി ഫോർ ഡോഗ്, ഡ്രം, ഡോൾ, ഡക്ക്. ഇനി നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി. അടുത്ത ലെറ്റർ ഇ. ഇ ഫോർ ഐ, ഈഗിൾ, എലഫന്റ്, എൻജിൻ. ഇ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ഇ, then സ്മോൾ ലെറ്റർ ഇ. അടുത്ത ലെറ്റർ എഫ്. ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ്. എഫ് ഫോർ ഫാൻ, ഫോക്സ്, ഫ്ലാഗ്, ഫിഷ്. ഇനി എഫ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ്. അടുത്ത ലെറ്റർ ജി. ജി ഫോർ ഗേൾ, ഗോട്ട്, ഗ്രേപ്സ്, ഗിഫ്റ്റ് ബോക്സ്. ജി എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ജി, സ്മോൾ ലെറ്റർ ജി. അടുത്തത് എച്ച്. എച്ച് ഫോർ ഹാറ്റ്, hen, horse, helicopter. എച്ച് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ എച്ച്, സ്മോൾ ലെറ്റർ എച്ച്. അടുത്ത ലെറ്റർ ഐ. ഐ ഫോർ ഇഗ്ലൂ, ഇങ്ക്, ഐസ്ക്രീം, അയേൺ. ഐ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ. അടുത്ത ലെറ്റർ ജെ. ജെ ഫോർ ജാം, ജോക്കർ, ജഗ്, ജീപ്പ്. ജെ എഴുതുന്നത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ ജെ. അടുത്ത ലെറ്റർ കെ. കെ ഫോർ കെറ്റിൽ, കൈറ്റ്, കീസ്, കിങ്. കെ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ. അടുത്ത ലെറ്റർ എൽ. എൽ ഫോർ ലീഫ്, ലെമൺ, ലോട്ടസ്, ലയോൺ. എൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ എൽ, സ്മോൾ ലെറ്റർ എൽ. Next letter is M. M for mango, monkey, mat, mug. M എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ M, സ്മോൾ ലെറ്റർ M. സ്മോൾ ലെറ്റർ M. N. N for nest, none, nurse, നെറ്റ്. എന്നെ എങ്ങനെയാണ് എഴുതാന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ. അടുത്ത ലെറ്റർ ഓ. ഓ ഫോർ ഔൾ, ഓറഞ്ച്, ഓസ്ട്രിച്ച്, ഒനിയൻ. എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ O, small letter O. Next letter is P. P for parrot,
piano, pen, pineapple. P എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. P, capital letter P, small letter P. Q. Q for quail, queen, quill, quilt. Q എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. capital letter Q, small letter Q. Next letter is R. R for rat, rose, rocket, rabbit. R എഴുതുന്നത് നോക്കാം. capital letter R, small letter R. അടുത്ത letter S. S for swan, sheep, snake, shoes. S എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. capital letter S, small letter S. Next letter is T. T for top, turkey, tomato, tiger. T എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. capital letter T, small letter T. The next letter is U. U for urn, unicorn, uniform, umbrella. U എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. capital letter U, small letter U. Next is V. V for van, violin, vulture, vegetables. V എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. capital letter V, small letter V. Then next letter is W. W for well, window, watermelon, wheel. W എഴുതുന്നത് എങ്ങനെ നോക്കാം. capital letter W, small letter W. X. X for Xerox, Christmas tree, Quebec, xylophone. X എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. capital letter X, small letter X. Y. Y for yo-yo, yak, yacht, yarn. Y എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. capital letter Y, small letter Y. Last letter is Z. Z for zebra, zip, zinnia, zoo. Z എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. capital letter Z, small letter Z. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മലയാള അക്ഷരങ്ങൾ പഠിക്കാം. മലയാളത്തിൽ 51 അക്ഷരങ്ങളുണ്ട്. അവയിൽ ആദ്യം സ്വരാക്ഷരങ്ങളാണ്. സ്വരാക്ഷരങ്ങൾ 15 എണ്ണമാണ്. ഇനി നമുക്ക് ഓരോ അക്ഷരമായി പഠിക്കാം. ആദ്യം തന്നെ ആ. ഇതാണ് ആ എന്ന അക്ഷരം. ആയിൽ തുടങ്ങുന്ന എത്ര വാക്കുകൾ കൂട്ടുകാർക്കറിയാം? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയിലുണ്ട് ആ. വേറെയും ഒരുപാട് വാക്കുകളുണ്ട്. അരി, അട, അവൽ, അരണ തുടങ്ങി ധാരാളം വാക്കുകൾ ആയിൽ തുടങ്ങുന്നുണ്ട്. അടുത്ത അക്ഷരമാണ് ആ. ആയിൽ തുടങ്ങുന്ന വാക്കുകളാണ് ആന, ആമ, ആട്, ആകാശം. അടുത്ത അക്ഷരം ഇ. ഇല, ഇമ, ഇണ. അടുത്ത അക്ഷരം ഈ. ഈറ, ഈണം. അടുത്തതാണ് ഉ. ഉറി, ഉരൽ. അടുത്ത ഊ. ഊഞ്ഞാൽ, ഊണ്.
അടുത്തത് ഋ, ഋഷി, ഋഷഭം. അടുത്തത് എ, എലി, എരുമ. അടുത്ത അക്ഷരം ഏ, ഏണി, ഏലം. അടുത്തത് ഐ, ഐരാവതം, ഐവർ. അടുത്തത് ഓ, ഒട്ടകം, ഒരുമ. അടുത്തത് ഓ, ഓല, ഓട്, ഓന്ത്. അടുത്ത അക്ഷരമാണ് ഔ, ഔഷധം. അടുത്തത് അം, അംബുജം. അങ്ങനെ 15 അക്ഷരങ്ങളുണ്ട്. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, എ, ഐ, ഒ, ഓ, ഔ, അം, അ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെബിൾസ്. ഇന്ന് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളും അതുപയോഗിച്ചുള്ള വാക്കുകളും പരിചയപ്പെടാം. ആദ്യം തന്നെ ക. ക എന്ന അക്ഷരം വരുന്ന വാക്കുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കഥ, കടല. അടുത്ത അക്ഷരം ഖ. ഖ വരുന്ന വാക്കുകൾ നഖം, മുഖം. അടുത്തത് ഗ, ഗണപതി, ഗരുഡൻ. അടുത്ത അക്ഷരം ഖ. ഖ വരുന്ന വാക്കുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഘടികാരം, മേഘം. അടുത്തത് ങ. ങായിൽ തുടങ്ങുന്ന വാക്കുകൾ ഭാഷാ പ്രയോഗത്തിൽ ഇല്ല. അടുത്ത അക്ഷരം ച. ച വരുന്ന വാക്കുകളാണ് ചക്രം, ചലനം. അടുത്ത അക്ഷരം ഛ. ഛായ, ഛത്രം. അടുത്ത അക്ഷരം ജ. ജലം, ജനം. അടുത്തത് ഛ. ഛഷം, ഝാൻസി. അടുത്ത അക്ഷരമാണ് ഞ. ഞാ വരുന്ന വാക്കുകളാണ് ഞാൻ, ഞണ്ട്. ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. അടുത്ത അക്ഷരം ട. വട, കട. അടുത്തത് ഠ. പീഠം. അടുത്തത് ഡ. ഡപ്പി, ഡക്ക. അടുത്തത് ഢ. ഢ വരുന്ന വാക്കാണ് വിഡ്ഢി. അടുത്തത് ണ. ണ വരുന്ന വാക്കുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീണ, പണം. അപ്പോൾ നമ്മൾ ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഛ, ഞ, ട, ഠ, ഡ, ഠ, ണ. ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കാം. അടുത്തത് ത. ത വരുന്ന വാക്കുകൾ ഏതെല്ലാം എന്ന് നോക്കാം. തറ, താറാവ്. അടുത്തത് ധ. രഥം, നാഥൻ. അടുത്ത അക്ഷരം ദ. ദയ, ദാനം. അടുത്ത അക്ഷരം ധ. ധ വരുന്ന വാക്കുകൾ ഏതെല്ലാമാണ്. ധനം, ധനികൻ. അടുത്തത് ന. നായ, നമ്മൾ. അപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതെല്ലാമാണ്. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഛ, ഞ, ട, ഠ, ഡ, ഠ, ണ, ത, ഥ, ദ, ഥ, ന. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ അക്ഷരം പ. പ വരുന്ന വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. പക്ഷി, പണം. അടുത്ത അക്ഷരം ഫ. ഫണം, ഫലം, ഫലിതം. അടുത്ത അക്ഷരം ബ. ബലൂൺ, ബലം. അടുത്ത അക്ഷരം ഭ. ഭക്ഷണം, ഭംഗി.
അടുത്ത അക്ഷരം ഏതാണ്? മ. മനുഷ്യൻ, മണം. അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കാം. യാ. യാ വരുന്ന വാക്കുകളൊന്ന് പറഞ്ഞേ. വായന, യാത്ര. അടുത്ത അക്ഷരമാണ് ര. വര, നിര. ല വരുന്ന വാക്കുകൾ ഏതെല്ലാമാണെന്ന് അറിയാമോ? തല, മല. അടുത്ത അക്ഷരം വ. വ വരുന്ന വാക്കാണ് വട, വഞ്ചി. അടുത്ത അക്ഷരം ശ. ശ വരുന്ന വാക്കുകൾ ഏതെല്ലാമാണ്? ശനി, ശരി. അടുത്ത അക്ഷരം ഷ. വിഷം, മഷി. അടുത്ത അക്ഷരമാണ് സ. സ വരുന്ന വാക്കുകളാണ് സഞ്ചി, സത്യം. അടുത്ത അക്ഷരം ഹ. മോഹം, വാഹനം. അടുത്ത അക്ഷരമാണ് ള. തവള, വള. അടുത്ത അക്ഷരം ഴ. ഴ വരുന്ന വാക്കുകൾ ഏതാണ്? വാഴ, പുഴ. അടുത്ത അക്ഷരം ഏതാണ്? റ. റ വരുന്ന വാക്കുകളോ? തറ, പറ. വ്യഞ്ജനാക്ഷരങ്ങൾ ഏതെല്ലാമാണെന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഛ, ഞ, ട, ഠ, ഡ, ഠ, ണ, ത, ഥ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്ന വാക്കുകളും നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.